ഇവിടെ ഒരു തണുപ്പാണ്. അപ്പം വൈകുന്നേരം ഒരു തേയില കുടിക്കാൻ തോന്നും. അപ്പം അത് കഴിക്കാൻ വേണ്ടി ഒരു അട ഉണ്ടാക്കാമെന്ന് കരുതി. ഒരു അരമുറി തേങ്ങ തിരുകി, ഒരു ചെറിയ കഷ്ണം ശർക്കരയും 3 ഏലക്കായും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു കുഞ്ഞി കപ്പിൽ 2 കപ്പ് ഗോതമ്പ് മാവും കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ദോശയുടെ പരുവത്തിന് അതിനൊന്ന് കുഴച്ചെടുത്ത് ചെറിയൊരു കട്ടിക്ക്, ഒത്തിരി വെള്ളമല്ല, ചെറിയൊരു കട്ടിക്ക് അങ്ങ് കുഴച്ചെടുത്തു. ഇത് കുഴച്ചപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മളൊക്കെ നാട്ടിൽ അട ഉണ്ടാക്കുമ്പോഴത്തേക്ക് വാഴയിലയിലല്ലേ ഉണ്ടാക്കുന്നത്. ഇവിടെ പിന്നെ വാഴയില കിട്ടാനൊന്നുമില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ 1, 2 വാഴ നിപ്പുണ്ട്. പക്ഷെ അത് ഇവിടെ ആൾക്കാർ അത്രയും സ്നേഹത്തോടെ, അത് ഇവിടെ ഉള്ളവർ അതിനെ പൂജിക്കും. അതുകൊണ്ട് അത് എടുക്കാൻ പോകാൻ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഇല അട ഉണ്ടാക്കുന്ന കാര്യമൊന്ന് ആലോചിച്ചപ്പോൾ നോക്കുവാണ് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. നമ്മൾ കരിയാപ്പില ആയാലും അടയായാലും ഇതിനൊക്കെ നമ്മൾ എടുക്കുന്ന ഇലകൾ, കരിയാപ്പില ഉപയോഗം കഴിഞ്ഞ് എടുത്ത് കളയും. അതുപോലെ തന്നെയാണ് അടയും. അടയ്ക്ക് സ്വാദ് കൂട്ടാൻ വേണ്ടി ആ ഇലയിൽ വെച്ച് നന്നായിട്ട് നമ്മൾ ചുട്ടൊക്കെ എടുത്ത് വരുമ്പം ആ ഇല കരിഞ്ഞ് അതങ്ങ് പോകും. അതുപോലെയാണ് ചില ഫ്രണ്ട്സുകൾ നമ്മളോട് കാണിക്കുന്നത്. നമ്മളെക്കൊണ്ട് മാക്സിമം ഉപയോഗപ്പെടുന്ന കാര്യങ്ങളെല്ലാം അവരതങ്ങ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ കാര്യം കഴിയുമ്പം നമ്മളെ അങ്ങ് വലിച്ചങ്ങ് കളയും. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചായയും തേയിലയും അടയുമായിട്ട് കഴിക്കട്ടെ.